പറഞ്ഞു വരുന്നത് കപടാത്മീയതയ്ക്ക് വളക്കൂറുള്ളൊരു മണ്ണായി നമ്മുടെ നാട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലെ ഒന്ന് മനുഷ്യന്റെ ഭൗതികമായ പ്രമത്തതയും ആ ഭൗതികമായ ജീവിതത്തിലൂടെ അവന് വന്നുഭവിക്കാവുന്ന പ്രശ്നങ്ങൾക്കുള്ള താൽക്കാലികമായ പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുന്ന വഴിയാണ്. രണ്ടാമത്തെ മാർഗമെന്ന് പറഞ്ഞാൽ പാരമ്പര്യ ആരാധനാ രീതികളിൽ ഇപ്പോഴുള്ള ജനതയ്ക്ക് താല്പര്യമില്ല. പാരമ്പര്യ ആരാധനാ രീതികളിൽ ഇപ്പോഴുള്ള ജനതയ്ക്ക് താല്പര്യം കുറവാണ്. അമ്പലങ്ങളിൽ പോയി ആരാധന നിർവഹിക്കാൻ അവന് സമയമില്ല. പള്ളിയിൽ പോയി നമസ്കരിക്കാൻ അവന്റെ മുമ്പിൽ സമയമില്ല. ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാൻ അവന്റെ മുമ്പിൽ സമയമില്ല. ആ സമയങ്ങളിൽ സമ്പത്തുണ്ടാക്കാനോ ജീവിതത്തിന് അഭിവൃദ്ധിപ്പെടുത്തുവാനോ ആവശ്യമായിട്ടുള്ള മറ്റു മേഖലകളിലേക്കാണ് അവന് താല്പര്യമുള്ളത്. പക്ഷെ അവന് ഭൗതികനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. അതാണ് ഏറ്റവും വലിയൊരു തമാശ. അവൻ മതവിരുദ്ധനായിട്ടോ മതത്തിനോട് താല്പര്യമില്ലാത്തവനായിട്ടോ ഭക്തിയില്ലാത്തവനായിട്ടോ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പാരമ്പര്യപരമായ മാർഗത്തിനോടുള്ള വിയോജിപ്പ് അവന്റെ ജീവിതത്തിന് അഭിലാഷം നൽകാവുന്ന ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് വളരാനുള്ള ഒരു മണ്ണൊരുക്കി കൊടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈംഗികമായ ആഗ്രഹങ്ങൾ, ആ ലൈംഗികമായ ആഗ്രഹങ്ങളിലൂടെ പോലും നിങ്ങൾക്ക് ഭക്തി കരസ്ഥമാക്കാൻ കഴിയുമെന്ന് യുവ സമൂഹത്തിനോട് പറഞ്ഞാൽ വർത്തമാനകാല യുവാക്കളുടെ താല്പര്യം ഈ ഭക്തിയിലായിരിക്കും. പാരമ്പര്യമായ രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങളിലൂടെ ഭക്തി മേഖലകളിലൂടെ നിങ്ങൾക്ക് ഭക്തരായി ജീവിക്കാമെന്ന് പറയുമ്പോൾ ലഭ്യമാകുന്ന സ്വീകാര്യതയേക്കാൾ കൂടുതൽ ലഭ്യമാകുന്ന സ്വീകാര്യത ഏതാണ് എന്ന് പറഞ്ഞാൽ ഓഷോ രജനീഷ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെയുള്ള ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്, പൂർണ്ണമായ ആനന്ദ ലഹരി ലഭ്യമാകാനുള്ള, ആത്മീയത ലഭ്യമാകാനുള്ള, ഭക്തി ലഭ്യമാകാനുള്ള വഴികൾ രേഖപ്പെടുത്തിയത് മതം, ദൈവം, ലൈംഗികത ഈ തലക്കെട്ടിൽ. യുവസമൂഹത്തിന് പാരമ്പര്യമായ ആരാധനാ രീതികളോട് താല്പര്യമില്ലാതെ വരുമ്പോ ആട്ടങ്ങളുടെയും സംഗീതങ്ങളുടെയും ലഹരിയുടെയും ലൈംഗികതയുടെയും മേഖലകളിലൂടെ നിങ്ങൾക്ക് ഭക്തിയുള്ളവരായി മാറുവാനോ ഭക്ത സമൂഹത്തിൽ അംഗങ്ങളായി മാറുവാനോ കഴിയുമെന്ന് പറയുമ്പോ സ്വാഭാവികമായി യുവസമൂഹം ഈ മേഖലയെ സ്വീകരിക്കുന്നു. അതവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു മണ്ണൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. അത് കപടാത്മീയതയുടെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ്. അതുകൊണ്ടാണല്ലോ കപടാത്മീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം നിർവഹിക്കവേ തങ്ങന്മാരുടെയും ബീവിമാരുടെയും സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും മഠാധിപതികളുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ അണിയറ രഹസ്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോ ലഹരിയുടെയും ഭക്തിയുടെ പേരിൽ കടന്നു വന്ന ലഹരി, ഭക്തിയുടെ പേരിൽ കടന്നു വന്ന ലൈംഗികത, ഭക്തിയുടെ പേരിൽ കടന്നു വന്നിട്ടുള്ള വാണിജ്യങ്ങൾ, ഭക്തിയുടെ പേരിൽ കടന്നു വന്നിട്ടുള്ള കള്ളപ്പണങ്ങൾ, ഇതെല്ലാം ചർച്ചയ്ക്ക് വിഷയീഭവിച്ചത് മനുഷ്യന്റെ മനസ്സിലുള്ള മലിനമായ വികാരങ്ങളെ ഭക്തിയുടെ പേരിൽ ചൂഷണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുകയാണ്. എത്രയെത്ര കേന്ദ്രങ്ങളിലാണുള്ളത്. നഗ്നസ്വാമി ഒരു മതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ആശയത്തെ വിമർശിക്കാൻ ആഗ്രഹിക്കുകയല്ല. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയതയുടെ പേരിലുള്ള അതീവ സംസ്കാരരഹിതമായിട്ടുള്ള അധാർമികമായ ചില മേഖലകളെ നമ്മുടെ മനസ്സിലേക്ക് പരിചയപ്പെടാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിൽ ഒരു ആത്മീയ വിദ്യന്റെ ഏറ്റവും പ്രധാനമായ ചികിത്സാവിധി എന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സന്താന സൗഭാഗ്യമില്ലായ്മക്കുള്ള പരിഹാരം. ആ സന്താന സൗഭാഗ്യമില്ലായ്മക്കുള്ള പരിഹാര രീതി ഏതാണ് എന്ന് വിശദീകരിക്കാൻ സാമാന്യ യുക്തിബോധമുള്ള ഒരു മനുഷ്യന് പരസ്യമായി പറയാൻ പറ്റില്ല. ശരീരത്തിൽ എല്ലാവിധ വസ്ത്രങ്ങളെ ഒഴിവാക്കി മാത്രമേ ഈ ചെകുത്താന്റെ മുമ്പിൽ ആത്മീയ ചികിത്സക്ക് സ്ത്രീകൾ എത്താൻ പാടുള്ളൂ. ബാക്കി നിങ്ങൾ കൂട്ടി വായിച്ചേക്കുക. ആത്മീയതയുടെ ചികിത്സാ മേഖലകളിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഭക്തിയാണെങ്കിൽ ആ ഭക്തി ലൈംഗികമായ വികാരദാഹ പൂർത്തീകരണത്തിലൂടെ ലഭ്യമാണ് എന്ന രീതിയിൽ ലോകത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ സ്വീകരിക്കാൻ എത്രയെത്ര ആളുകളായിരിക്കും ഉണ്ടാവുക എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നഗ്നപൂജയുടെയും പുത്രകാമേഷ്ടിയാഗത്തിന്റെയും കഥകൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടു പറഞ്ഞിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് കപടാത്മീയതയുടെ സാധ്യതകളിൽ
കപടാത്മീയതയുടെ വഴികളിൽ മൂന്നാമത്തെ അംശമായി കാണാൻ സാധ്യമാകുന്നത് പാരമ്പര്യമായ മതചിഹ്നങ്ങളോടുള്ള അവഗണനക്കപ്പുറത്ത് ഭക്തിയിൽ ജീവിക്കണമെന്ന താല്പര്യത്തിന് മനുഷ്യന്റെ മനസ്സിലെ മനില വികാരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കപടമായ കൾട്ട് വ്യവസായങ്ങൾ, ഭക്തി വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കി കഴിഞ്ഞു എന്നതാണ്. നാലാമത്തെ വഴി പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തിന്റെ പ്രധാനമായ അജണ്ട എന്ന് പറഞ്ഞാൽ തങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റാവുന്ന കുഞ്ഞാടുകളെ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് മാത്രമാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വഴിയെ വരാം. അഞ്ചാമത്തെ മാർഗം കള്ളന്മാരുടെ അഭയകേന്ദ്രമായി ആത്മീയതയെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ്. ഒറ്റവാക്കിൽ ഇത് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ആത്മീയത എന്ന് പറയുന്നതിൽ ആത്മീയ ചൂഷണത്തിന്റെ മേഖലയിൽ മുസ്ലിമിനോ അമുസ്ലിമിനോ ക്രൈസ്തവനോ വ്യത്യാസമില്ല. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ സംസ്ഥാനത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന വ്യവസായ പ്രമുഖന്മാരും നമ്മുടെ നാട്ടിലുള്ള ആത്മീയ കേന്ദ്രങ്ങളുമായി കൂട്ടുകച്ചവടത്തിലാണ്. മാതാ അമൃതാനന്ദമയിയുടെ ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് ഗ്ലോബൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. മനുഷ്യന്റെ മനസ്സിന്റെ ഭക്തിയും ഗ്ലോബൽ ബിസിനസ് മീറ്റും തമ്മിൽ എന്താ ബന്ധം? അജ്മീർ എന്ന് പറയുന്ന മുസ്ലിം ദർഗ അജ്മീർ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ആത്മീയ ചൂഷണപ്പുരയായി എഴുന്നു നിൽക്കുന്ന കേരളത്തിന് പുറത്തുള്ള വ്യവസായ സാമ്രാജ്യത്തിന് മുമ്പിൽ ഹീറോ ഹോണ്ട കമ്പനിയുടെ ഒരു വലിയ പരസ്യമുണ്ട്. വെൽക്കം ടു ദ ഹോളി സിറ്റി ഓഫ് അജ്മീർ. വെൽക്കം ടു ദ ഹോളി സിറ്റി ഓഫ് അജ്മീർ. അജ്മീർ എന്ന് പറയുന്ന ദർഗയുടെ കമ്മിറ്റിക്കാർ സ്പോൺസർ ചെയ്ത ഒരു വലിയ കമാനമല്ല അത്. നേരെ മറിച്ച് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മോട്ടോർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി സ്പോൺസർ ചെയ്തിരിക്കുന്നു. വെൽക്കം ടു ദ ഹോളി സിറ്റി ഓഫ് അജ്മീർ. വിശുദ്ധ നഗരമായ അജ്മീറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹീറോ ഹോണ്ട കമ്പനിയാണോ അജ്മീറിന് വിശുദ്ധ പ്രഭാവം നൽകേണ്ടത്? ഇല്ല. നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആത്മീയ കേന്ദ്രങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ആ ആത്മീയ കേന്ദ്രങ്ങളിലെ സാമ്പത്തികമായ ക്രയവിക്രയത്തിന്റെ രംഗത്ത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖന്മാർക്കും പ്രമാണി വർഗത്തിലെ ആളുകൾക്കും വ്യവസായ പ്രമുഖന്മാർക്കും പങ്കുണ്ട് എന്നത് പച്ചയായൊരു സത്യമാണ്. തങ്ങളുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ ദൈവങ്ങൾ പലതായി നിർവഹിക്കുമ്പോ വ്യവസായ മേഖലകളിൽ ലഭ്യമാകുന്ന പണത്തെ വെളുപ്പിക്കാൻ ആവശ്യമായ ഭക്തിയുടെ സാന്നിധ്യം കൂടി ഈ കപട ദൈവങ്ങൾ നൽകിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. കള്ളദൈവങ്ങൾ കള്ളന്മാർക്കുള്ള അഭയമാണ് നൽകുന്നത്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചില വിഷയങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടത്. കപടാത്മീയത വളർന്നു വരാനുള്ള പ്രധാനപ്പെട്ട വഴികളാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറഞ്ഞത്. ഒന്ന്, ഭൗതിക പ്രമത്തനായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ മാനസികമായ ദൗർബല്യങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാകാനുള്ള കുറുക്കുവേലകൾ ഒപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നിടത്ത് ഈ ആത്മീയത രംഗത്തു വരുന്നു. അതിലില്ലാത്ത മനുഷ്യന്റെ ഭൗതികമായ ആസക്തിക്ക് മുമ്പിൽ ശരിയായ മാർഗങ്ങൾ എന്ന് പറഞ്ഞ് ഭക്തിയുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നു. പാരമ്പര്യമായ ആരാധനാ രീതികളെ അവഗണിക്കുമ്പോൾ മലിനമായ വികാരങ്ങളെ ഉണർത്തിവിടാൻ പറ്റാവുന്ന ഭക്തിയുടെ മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പൗരോഹിത്യം എന്ന പേരിൽ പറയാവുന്നത് മുഴുവൻ അംഗീകരിച്ചാൽ മാത്രം മതി എന്ന രീതിയിൽ പൗരോഹിത്യത്തിന്റെ പ്രഭാവം നിലനിർത്താൻ ആവശ്യമായ വഴികൾ ഉണ്ടാക്കുന്നു. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വ്യവസായ തട്ടിപ്പുകാരുടെയും പിന്തുണ നൽകാനും കൂട്ടുകൃഷി നടത്തുവാനും ആവശ്യമായിട്ടുള്ള രീതിയിൽ കപടാത്മീയത രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കപടാത്മീയതയുടെ ചൂഷണ മേഖലയിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്? രണ്ടാമത്തെ എന്റെ ചർച്ചാ മേഖല അവിടെയാണ്. ആരൊക്കെയാണ് കപടാത്മീയതയുടെ ചൂഷകന്മാരായി രംഗത്ത് വരുന്നത്? എനിക്കൊന്നാമതായി പറയാനുള്ളത് ആത്മീയതയെ ചൂഷണ വിധേയമാക്കുന്ന ഒന്നാമത്തെ മേഖല രാഷ്ട്രീയമാണ്. കപടാത്മീയത അല്ലെങ്കിൽ ആത്മീയതയെ ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ചൂഷണമോ വിശ്വാസപരമായ ചൂഷണമോ മാത്രമല്ല അതിൽ പരിഗണിക്കേണ്ടത്. നേരെ മറിച്ച് രാഷ്ട്രീയപരമായ ചൂഷണത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു മേഖല ആത്മീയതയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തന്നെ തെറ്റായ ഒരു പ്രസ്താവനയാകാൻ വഴിയില്ല. ചില ഉദാഹരണങ്ങൾ പറയാം. കേരളത്തിലെ വിദ്യാഭ്യാസപരമായ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് കേരളം സാക്ഷിയായിട്ടുണ്ട്. അതിന്റെ വരുംവരായികളിലേക്ക് ഞാൻ പോവുകയല്ല.